Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് ദുരിതത്തിൽ നിന്ന് ദൈവ അനുഭവത്തിലേക്ക് എന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടത നമ്മളെ ദൈവത്തിന്റെ ഉപരി അനുഭവത്തിലേക്ക് നയിക്കാൻ ദൈവത്തിന്റെ പരിപാലന തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇതാ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നന്മകളാൽ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. വചനം കേൾക്കുമ്പോൾ, വചന ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ, കൈയടിക്കുമ്പോൾ, പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള അനുഗ്രഹം ആ കുടുംബത്തിൻ്റെ മേലുണ്ട്, ആ സമൂഹത്തിൻ്റെ മേലുണ്ട്. ഒരനുഭവം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് അന്നമ്മ അഗസ്തി. ഞാൻ കുമളി ഇടുക്കി ജില്ല അണക്കരയിൽ നിന്നും വരുന്നു. ഞാൻ ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലെ ഇവിടുത്തെ ഒരു വണ്ടി വന്നായിരുന്നു. ഇവിടുത്തെ ഏത് വണ്ടി? ഇപ്പോൾ പിന്നെ കാസറ്റൊക്കെ കൊണ്ടിരുന്നത്. അതായത് പുസ്തകങ്ങൾ കൊണ്ടുപോകണ വണ്ടി. നമ്മൾ മൊബൈൽ ബുക്ക് സ്റ്റാളാണ്. അത് ഇടവകയിൽ ചെന്നു. എന്നിട്ട് യക്ഷതേ മൊബൈൽ ബുക്ക് സ്റ്റാൾ എന്ന് പറഞ്ഞാൽ അറിയാമോ? അതായത് 1 വർഷം കൊണ്ട് 1 കോടി ആൾക്കാരെ സുവിശേഷം അറിയിക്കാൻ കർത്താവ് നൽകിയ പ്രേരണ അനുസരിച്ച് വട്ടാലത്തിന് ഇടം വനം തിരിയാതെ ആശീർവദിച്ച് യാത്രയാക്കിയ ബസ്സാണ് എൽഷദായ് മൊബൈൽ ബുക്ക് സ്റ്റാൾ. അതിനകത്ത് ഒരുപാട് പുസ്തകങ്ങളായിട്ട്. എന്നിട്ട് അത് ഇടവകയിലെത്തി. അതാണ് ഇവിടുത്തെ. എന്താണെന്നറിയോ? അമ്മച്ചി പറഞ്ഞ സഖിയോട് നല്ല സ്നേഹം. അത് പറഞ്ഞാൽ നമ്മുടെ വണ്ടി, ഇവിടുത്തെ വണ്ടി. അതാണ് പറഞ്ഞു ചുരുക്കം. പറഞ്ഞോ. അന്നേരം ഞാൻ രോഗിയുടെ നാഥൻ എന്നൊരു കാസറ്റ് മേടിച്ചോണ്ട് പോയി. ഞാനത് DVD-ക്കകത്തിട്ട് എന്നെ പ്രാർത്ഥിക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസം പാട്ടുപാടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു അമ്മ കോട്ടയം ജില്ലയിൽ കിടങ്ങൂരുണ്ടായിരുന്നു. ആ അമ്മയുടെ മകൻ്റെ മകൾക്ക് കാൻസർ, ഗർഭപാത്രത്തിൽ കാൻസറായിട്ട് പിന്നെ മരണതുല്യമായി കിടക്കുകയായിരുന്നു. അന്നേരം അമ്മച്ചി വിളിച്ചു പറഞ്ഞു, പിന്നെ അന്നമ്മ ഇതുപോലെ എൻ്റെ മകൾക്ക് കാൻസറായി കിടക്കുകയാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഈശോയുടെ അത്ഭുതം വെളിപ്പെടുത്താനാണ്, രോഗമല്ല. അമ്മച്ചി പ്രാർത്ഥിച്ചു. അവിടെ കാൻസറിൻ്റെ അണുക്കൾ നിർജ്ജീവമായി പോകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആ അട്ടപ്പാടിയിലെ ആ കാസറ്റ് തീരുമ്പം അഡ്രസ്സൊക്കെ പറയുമല്ലോ, അത് ഞാൻ എഴുതിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഇവിടെ ഒരു സിസ്റ്ററിനെ വിളിച്ചു. വിളിച്ചപ്പോൾ സിസ്റ്ററാണ് എടുത്തത്, ബോണി സിസ്റ്റർ. സിസ്റ്റർ സിസ്റ്റർ അമ്മച്ചി സ്നേഹം ബോണി എന്ന് പറഞ്ഞ ഷോർട്ട് ഫോം വിളിച്ചതാണ്. ബോണിഫാസിയസ് ബോണിക്കൂടെ പ്രാർത്ഥിക്കുന്ന സിസ്റ്റർ. ആ ബോണി സിസ്റ്റർ എന്നാ പറഞ്ഞു. പറഞ്ഞോ. അന്നേരം സിസ്റ്റർ പ്രാർത്ഥിച്ച് പറഞ്ഞു, 33 വിഷാദപ്രമാണം, 33 എത്ര നീള മാതാവും 3 കൊന്തയും ചൊല്ലാൻ പറഞ്ഞു. ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എന്നെ ഒരാൾ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ അമ്മച്ചിക്ക് വിളിച്ച് പറഞ്ഞു, അമ്മച്ചി എനിക്ക് ചൊല്ലാൻ പറ്റില്ല, അമ്മച്ചി ചൊല്ലിക്കോളാൻ പറഞ്ഞു. അമ്മച്ചി ചൊല്ലി 2 മണി വരെ ചൊല്ലി. ഞാൻ പിന്നെ പ്രാർത്ഥിച്ചു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ച അമ്മച്ചി കുഞ്ഞിന് എങ്ങനെ ഉണ്ടെന്ന്. അന്നേരം പറഞ്ഞു, കുഞ്ഞുമോൾ നമ്മുടെ പ്രാർത്ഥന ഈശോ കേട്ടു, കുഞ്ഞിൻ്റെ കാൻസറിൻ്റെ രോഗ അണുക്കൾ നിർജീവമായി പോയി, ഈശോ നമ്മളെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് അത് അട്ടപ്പാടിൽ നിന്ന് ബസ് വന്നു കഴിഞ്ഞപ്പോ അതിനകത്ത് ഈ അമ്മച്ചി ഈ കാസറ്റ് ഇതല്ലേ ഉദ്ദേശിച്ചത്? ഈശോ രോഗികളുടെ നാഥൻ. രോഗികൾ. ഈ കാസറ്റിലുള്ള സംഭവം എന്നറിയോ? ഈ കാസറ്റിലുള്ളത് സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നടന്നിരിക്കുന്ന അത്ഭുത രോഗസൗഖ്യങ്ങളെ കുറിച്ചുള്ള സാക്ഷിയാണത്. എന്ന് പറഞ്ഞാൽ വട്ടാരച്ചൊരു 5 മിനിറ്റ് പ്രഭാഷണം, 10 മിനിറ്റ് 5 മിനിറ്റ് പ്രഭാഷണം. തുടർന്ന് ഇവിടെ നടക്കുന്ന മേജർ ഹീൽ എന്ന് പറഞ്ഞാൽ ക്യാൻസർ മാറി, വളഞ്ഞിരിക്കുന്ന കൈ നിവർന്നു. അതുപോലെ തന്നെ മേജർ സാക്ഷ്യങ്ങൾ. വീണ്ടും ഈ രോഗികൾക്ക് പ്രത്യേകമായ പ്രാർത്ഥന. അതിനുശേഷം വീണ്ടും ക്ലാസ്, വീണ്ടും 5 സാക്ഷ്യങ്ങൾ, വീണ്ടും പ്രാർത്ഥന. അങ്ങനെ 2.5 മണിക്കൂറുള്ള ഒരു പ്രോഗ്രാം ഇത് അമ്മച്ചി മേടിച്ചിട്ട് പോയി. അമ്മച്ചി അത് കണ്ട് പ്രാർത്ഥിച്ച് എന്നിട്ട് എന്ത് ചെയ്തു? അമ്മച്ചി അതിന്റെ അവസാനത്തെ അഡ്രസ്സ് പറഞ്ഞ് നോട്ട് ചെയ്തെടുത്ത്, കംപ്ലീറ്റ് ഫോൺ നമ്പർ നോട്ട് ചെയ്തെടുത്ത്. അങ്ങനെയാണ് പ്രിയപ്പെടുന്നത്. കാര്യപ്രാപ്തിയൊക്കെ വേണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോ ഇവിടെ അട്ടപ്പാടിൽ അച്ഛന്റെ കൂടെ പ്രാർത്ഥിക്കുന്ന പോലെ. ഹല്ലേലൂയ. അതായത് കാസറ്റ് കാണുമ്പോ അച്ഛന്റെ വട്ടാരത്തിന് അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യണത്. ജനങ്ങളെല്ലാം ഹല്ലേലൂയ.
എന്നിട്ട് ഇപ്പം അപ്പോഴാണ് ഇതാ കസിൻ പിന്നെ ആ ചേച്ചിയുടെ മകൻ കോട്ടയത്ത് ക്യാൻസറായിട്ട് കിടക്കുന്നത്. അപ്പോഴേ ഇത് പറഞ്ഞപ്പോൾ ഈ കാര്യം കൊണ്ട് പറഞ്ഞു കൊടുത്ത്. എന്നിട്ട് ആ ഫോൺ നമ്പർ വിളിച്ചത് ഈ സിസ്റ്ററിനോട് വിളിച്ചു. ഇവിടുത്തെ ഫോണിൽ കൂടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന സിസ്റ്ററിന് ഫോൺ വിളിച്ചു. അപ്പൊ സിസ്റ്റർ പ്രത്യേക പ്രാർത്ഥന പറഞ്ഞു കൊടുത്ത്. അപ്പൊ ചേച്ചി കുറച്ച് ചെല്ലി, പിന്നെ ബാക്കി അവരോടും കൂടി ചെല്ലാൻ പറഞ്ഞു. അവരെ ചൊല്ലി പ്രാർത്ഥിച്ച അവർ ആ ഒറ്റ പ്രാർത്ഥന കൊണ്ട് പരിപാടി ക്യാൻസർ പരിപൂർണമായിട്ട് സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മളൊരു പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. എവിടെയാണോ നിങ്ങളിപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ട് നിൽക്കുന്നത്, അവിടെ തന്നെ നിന്ന് ഹൃദയം തുറന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ അനേക ഇടങ്ങളിൽ ഇതാ അത്ഭുതങ്ങൾ ചെയ്യാൻ കർത്താവ് ഇറങ്ങി വരുന്ന സമയമാണിത്. കുടുംബത്തിൽ ആരെങ്കിലും ചേരാനുണ്ടെങ്കിൽ ഇപ്പോൾ അവരെയും വിളിച്ച് കൂട്ടായ്മയിലേക്ക് ചേർക്കുക. ഇപ്പോൾ നിങ്ങൾ അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഒരു ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കും, അതേപോലെ ആത്മീയ ഐക്യത്തിൽ കുടുംബത്തിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുക. ഇതാ യേശുവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കുന്നു. ഇതാ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വെളിവിന്റെ കതിരുകൾ വീശണമേ. വെളിവിന്റെ കതിരുകൾ വീശണമേ. ആകാശത്തിന്റെ വഴിയെ വരണമേ. ആകാശത്തിന്റെ വഴിയെ വരണമേ. അറപ്പുള്ളത് കഴുകണമേ. അറപ്പുള്ളത് കഴുകണമേ. വാടിപ്പോയത് നനയ്ക്കണമേ. വാടിപ്പോയത് നനയ്ക്കണമേ. മുറിവേറ്റതിനെ വെച്ച് കെട്ടണമേ. മുറിവേറ്റതിനെ വെച്ച് കെട്ടണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുവാൻ, രോഗശാന്തികളും സംഭവിക്കുവാൻ ഇപ്പോൾ ഇടപെടണമേ. ഇപ്പോൾ ഇടപെടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 വന്നിടണേ നിൻ ഗാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ, വന്നിടണേ നിൻ ഗാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. ആകാശമാർഗെ വന്നിടണേ, അകതാരിലാനന്ദം നൽകിയിടണേ. ആകാശമാർഗെ വന്നിടണേ, അകതാരിലാനന്ദം നൽകിയിടണേ. കരങ്ങളടിച്ച് ആത്മാവേ, വന്നിടണേ, ഒരുമിച്ച് ഗാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ, വന്നിടണേ, ഗാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. ആകാശമാർഗെ വന്നിടണേ, അകതാരിലാനന്ദം നൽകിയിടണേ. ആകാശമാർഗെ വന്നിടണേ, അകതാരിലാനന്ദം നൽകിയിടണേ. നന്നായി കൈയടിച്ച് ആത്മാവേ, വന്നിടണേ, ഗാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. ഉണർവാണ്. പരിശുദ്ധാത്മാവേ, വന്നിടണേ, ഗാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. ആകാശമാർഗെ വന്നിടണേ, അകതാരിലാനന്ദം നൽകിയിടണേ. ആകാശമാർഗെ വന്നിടണേ, അകതാരിലാനന്ദം നൽകിയിടണേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വന്നിടണേ. പരിശുദ്ധാത്മാവേ, വന്നിടണേ. ദാഹിച്ച് ദാഹിച്ച് പരിശുദ്ധാത്മാവേ, വന്നിടണേ. വലിയ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവേ, വന്നിടണേ. കൃപ നിറയട്ടെ, ഉണർവ് നിറയട്ടെ. അഭിഷേകം, പരിശുദ്ധാത്മാവേ, ശക്തി, വന്നിടണേ. കൃപ, പരിശുദ്ധാത്മാവേ, വന്നിടണേ. മനസ്സുണരട്ടെ, പരിശുദ്ധാത്മാവേ, ആത്മാവ് ജ്വലിക്കട്ടെ. ആരാധന, 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 ആരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിറയണമേ,
ക്ഷീണങ്ങൾ മാറട്ടെ, ഓ രോഗങ്ങൾ മാറട്ടെ, ഓ ബന്ധനങ്ങൾ അഴിയട്ടെ, എല്ലാ തിന്മകളും വിട്ടുപോകട്ടെ, എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ, മരവിപ്പ് മാറട്ടെ, മന്ദത മാറട്ടെ, അന്ധകാര പീഡകൾ വിട്ടുപോകട്ടെ, ദുരിതങ്ങൾ മാറിപ്പോകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, പാവനങ്ങൾ നിറയട്ടെ, പരിശുദ്ധാത്മാഭിഷേകം നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ. എല്ലാവരും ശ്രദ്ധിക്കുന്നു. ശക്തി യേശുവേ ആരാധന, യേശുവേ ആരാധന. ദുരിതങ്ങളിൽ നിന്ന് ദൈവ അനുഭവത്തിലേക്ക് ഇത് കർത്താവിൻ്റെ വചനം നമുക്ക് തരുന്ന ഒരു അത്ഭുതകരമായൊരു ദൂതാണ്. ഇതിൻ്റെ ഒരു ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്ന ഗ്രന്ഥമാണ് ന്യായാധിപന്മാരുടെ ഗ്രന്ഥം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 1 മുതൽ 6 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്ന ഒരു ദൂത്, ഇസ്രായേൽ ജനം മുഴുവൻ വലിയ ഞെരുക്കത്തിലായി. കാരണം ഒരു വലിയ ഒരു ശത്രു അവർക്കെതിരെ ഉയർന്നിരിക്കുകയാണ്. മിദിയാൻകാർ അവരെ നശിപ്പിക്കുകയാണ്. ഇവരെന്ത് ചെയ്താലും മിദിയാൻകാർ നശിപ്പിച്ച് കളയും. നമുക്ക് ദൈവവചന ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ അതൊന്ന് വായിച്ച് കേൾക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള തിരുലിഖിതങ്ങൾ. ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു. കർത്താവ് അവരെ 7 വർഷത്തേക്ക് മിദിയാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ ചില തിന്മകൾ വരുമ്പോൾ, ചില തരത്തിലുള്ള ദുഷ്കർമ്മങ്ങൾ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ, ചിലപ്പോൾ ദൈവം തന്നെ നമ്മളെ കഷ്ടതകൾക്ക് വിട്ടുകൊടുത്ത് ഒരു വിശുദ്ധീകരണത്തിന് വിധേയമാക്കാം. ഇസ്രായേൽക്കാർ തിന്മ ചെയ്തു. തിന്മ ചെയ്തപ്പോൾ അവരെ വിശുദ്ധീകരിക്കാൻ തക്കവണ്ണം ഒരു കഷ്ടതയിലേക്ക്, ഒരു വലിയ ദുരിതത്തിലേക്ക് കർത്താവ് അവരെ വിട്ടുകൊടുത്തു. അപ്പോൾ അവർ തൊട്ടടുത്തുണ്ടായിരുന്ന മിദിയാൻകാർ ശക്തി പ്രാപിച്ച് ഇസ്രായേൽക്കാരുടെ മേൽ പിടിമുറുക്കി. അതാണ് അടുത്ത വചനം. മിദിയാൻകാരുടെ കരം ഇസ്രായേലിൻ്റെ മേൽ ശക്തിപ്പെട്ടു. അവരെ ഭയന്ന് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു. എന്ന് പറഞ്ഞാൽ ഓടി രക്ഷപ്പെടുകയാണ്. എതിർത്ത് നിൽക്കാൻ കഴിയില്ല, ശക്തിയില്ല. കാരണം അവരുടെ മുമ്പിൽ ഇവർ തീരെ നിസാരരായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ ഇതുപോലെ ദൈവം നമ്മളെ മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ചില സമയങ്ങൾ വരാം. അത് നിത്യമായ നാശത്തിനല്ല, അത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ചിലപ്പോൾ രോഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, ചിലപ്പോൾ ചില കഷ്ടതകൾക്ക് ദുരിതങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും, ചിലപ്പോൾ ചില ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും, ചിലപ്പോൾ ചില പ്രയാസങ്ങളിലൂടെ നടത്തിക്കൊണ്ടുപോകും. നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി തന്നെ. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഇസ്രായേൽക്കാർക്ക് ഇപ്പോൾ വലിയ പ്രശ്നമായി. 3-ാമത്തെ വചനത്തിൽ വായിക്കുകയാണ്, ഇസ്രായേൽക്കാർ വിത്ത് വിതച്ച് കഴിയുമ്പോൾ മിദിയാൻകാരും അമലേക്യരും പൗരസ്ത്യരും വന്ന് അവരെ ആക്രമിച്ചിരുന്നു. അവർ ഇസ്രായേലിനെതിരായി താവളമടിച്ച് ഗാസയുടെ പരിസര പ്രദേശം വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചിരുന്നു. ഇസ്രായേലിൽ ജീവസന്ധാരണത്തിന് ആടോ മാടോ കഴുതയോ ശേഷിച്ചില്ല. അവർ കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലുമായി വെട്ടുകിളികളെ പോലെ സംഖ്യാതീതമായി വന്നുകൂടി. അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു. അങ്ങനെ അവർ വരുന്നതോടെ ദേശം ശൂന്യമാകും. മിദിയാൻകാർ നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു. 6-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, മിദിയാൻകാർ നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ആളുകളെ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. അവർ നിമിത്തം നമ്മൾ വളരെ ശോഷിച്ചു. നമ്മുടെ ജീവിതത്തിൽ അവർ നിമിത്തം ഒരു സമാധാനം ഇല്ല. നമ്മുടെ ജീവിതത്തിൽ അവർ നിമിത്തം തലപൊക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ അവർ നിമിത്തം ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇതായിരുന്നു ഇസ്രായേൽക്കാരുടെ സ്ഥിതി. അവർ കൃഷി ചെയ്തു,
അത് ഇവർ വന്ന് നശിപ്പിക്കുകയാണ്. അവർ ആടുമാടുകളെ വളർത്തി മിദ്യാൻകാർ വന്ന് കൂട്ടത്തോടെ കൊണ്ടുപോകും. ജീവസന്ധാരണം പറ്റാത്ത വിധം ഇസ്രായേൽക്കാർ അവരുടെ നടുവിൽ കടന്ന് ഞെരുങ്ങി അങ്ങനെ ഇവർ നടുവൊടിഞ്ഞ അവസ്ഥയിലായി. കാരണം വല്ലാതെ ഇവർ കഷ്ടപ്പെട്ടു. ആ കഷ്ടതയുടെ നടുവിൽ ഈ ഇസ്രായേൽ ജനം ഒരു കാര്യം ചെയ്തു. അതാണ് 7-ാമത്തെ വചനം. ഇസ്രായേൽ ജനം മിദ്യാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു. അപ്പോൾ അവിടുന്ന് അവർക്ക് ഒരു പ്രവാചകനെ അയച്ചു. ഈ നിലവിളി കർത്താവിൻ്റെ കർണപുടങ്ങളിലെത്തി. കർത്താവ് ഉടനെ തന്നെ അവർക്ക് വേണ്ടി ഇടപെടാൻ പോവുകയാണ്. അവരുടെ ഞെരുക്കത്തിലേക്ക് ഇടപെടാൻ പോവുകയാണ്. ഇതാ മിദ്യാൻകാരുടെ ആ ഒരു പ്രത്യേക പീഡനങ്ങളിൽ നിന്ന്, അവരുടെ പ്രത്യേക ആധിപത്യത്തിൽ നിന്ന്, അവരുടെ പ്രത്യേക തരത്തിലുള്ള ആ ദുർപീഡകളിൽ നിന്ന് കർത്താവ് ഇസ്രായേൽക്കാരെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു പ്രവാചകനെ ആ സമൂഹത്തിൽ ഉയർത്തി. അങ്ങനെയാണ് ഗിദെയോൻ എന്ന് പറയുന്ന ന്യായാധിപൻ ജനസമൂഹത്തിൽ ഉയർന്നു വരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗിദെയോന്റെ നേതൃത്വത്തിൽ മിദ്യാൻകാരെ പുഷ്പം പോലെ പരാജയപ്പെടുത്തി ഇസ്രായേൽ ജനത്തെ ദൈവം വീണ്ടും അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ ഒരു കഷ്ടതയിലൂടെ അവർ കടന്നു പോയപ്പോൾ, ഈ ഒരു കഷ്ടതയുടെ നടുവിൽ അവര് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അപ്പോൾ അവർക്ക് ഈ കഷ്ടത വലിയ ദൈവ അനുഭവത്തിലേക്ക് നയിക്കുന്ന ഒരു പശ്ചാത്തലമായി രൂപാന്തരപ്പെട്ട് ഈ കഷ്ടത വഴി അവർ കൂടുതൽ ദൈവ അനുഭവത്തിലേക്ക് ഉയർന്നു. ഇന്നും ലോകം ഓർമ്മിക്കാൻ തക്കവണ്ണം, ഇന്നും വിശ്വാസികൾക്ക് താലോലിക്കാൻ തക്കവണ്ണം ഗിദെയോൻ എന്നൊരു പ്രവാചകനും ആ പ്രവാചകനിലൂടെയുള്ള ദൈവത്തിന്റെ ഇടപെടലുകളും ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പും അതെല്ലാം ഇന്നും ഓരോ വിശ്വാസികൾക്കും താലോലിക്കാൻ തക്കവണ്ണം അതിശക്തമായ ദൈവാനുഭവത്തിന്റെ ഒരു വേദിയാക്കി കർത്താവ് രൂപാന്തരപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽക്കാരും ഈ സംഭവത്തെ ഇന്ന് അവർ ഹൃദയത്തിൽ താലോലിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് ദൈവ അനുഭവത്തിന്റെ ഒരു വേദിയായി രൂപാന്തരപ്പെട്ടു. കഷ്ടത അല്ലെങ്കിൽ ദുരിതം അത് കൂടുതൽ ദൈവാനുഭവത്തിന് വേണ്ടി തന്നെ, കഷ്ടതയിൽ നിന്ന് കൂടുതൽ ദൈവാനുഭവത്തിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ മറ്റൊരു വ്യക്തിയുടെ അനുഭവം ഇപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ്. എൻ്റെ പേര് രൂപൻ. ഞാൻ വയലൂരിൽ നിന്ന് വരുന്നു. 2 വർഷം മുമ്പ് എൻ്റെ ഒരു കാലിൽ ആക്സിഡന്റ് ആയിട്ട് എൻ്റെ എല്ല് മുറിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടും നടക്കാനൊന്നും കഴിയില്ലായിരുന്നു. ഞാൻ വണ്ടിയിലായിരുന്നു സ്കൂളിലേക്കൊക്കെ പോയിരുന്നത്. പിന്നെ അമ്മ ഇങ്ങോട്ട് വന്ന പിന്നെ വണ്ടിയിലല്ല, നടന്നാണ് സ്കൂളിലേക്ക് പോയിരുന്നത്. ഇപ്പോൾ നടക്കാൻ കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടെല്ലാം മാറി. ഈ വയലെന്ന് പറഞ്ഞാൽ ഈ അട്ടപ്പാടിയിലുള്ള ഒരു സ്ഥലമാണ്. ഹല്ലേലൂയ. ഈ കുട്ടി വീണ് പ്രത്യേക തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായി, കാലിൽ എല്ലാം പ്രശ്നമായി, അങ്ങനെ വണ്ടിക്ക് പോകുന്ന സ്ഥിതിയിലായി. അപ്പോൾ ഈ അമ്മച്ചി ഇവിടെ വന്ന് എഴുതി തന്നിട്ടുണ്ട്. 7 ആദ്യ വെള്ളിയാഴ്ചകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറയാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. എന്ന് എഴുതിയിരിക്കുന്ന അമ്മ ആദ്യമായി സെഹിയോന് വന്ന അന്ന് ഞാൻ സ്കൂളിലേക്ക് നടന്നു പോയി. അങ്ങനെയല്ലേ? അമ്മ എന്നാ ഫസ്റ്റ് ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്ന് അന്ന് ഈ കുട്ടി സ്കൂളിലേക്ക് നടന്ന് സ്കൂളിൽ പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ 5-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, അവന് നീതി ലഭിക്കാൻ വൈകുകയില്ല. വചനം നേരിട്ട് പറയാം. പ്രഭാഷകൻ 21:5. പ്രഭാഷകൻ 21:5. ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, അവന് നീതി ലഭിക്കാൻ വൈകുകയില്ല, അവന് നീതി ലഭിക്കാൻ വൈകുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം കർത്താവിന്റെ സന്നിധിയിൽ ഞെരുക്കത്തിന്റെ നടുവിലിരുന്ന് പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ ഞെരുക്കമുണ്ടാകുമ്പോൾ, ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ, ജീവിതത്തിൽ ദുരിതം വരുമ്പോൾ നാം അനുവർത്തിക്കേണ്ട ഒരു കാര്യം ബൈബിൾ നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 13-ാം തിരുലിഖിതം. നിങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 35-ാം അധ്യായത്തിൽ 13-ഉം 14-ഉം തിരുലിഖിതങ്ങൾ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും, അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. വചനം നമുക്ക് ഏറ്റു പറയാം:
തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. 14-ാം വചനത്തിൽ വീണ്ടും പഠിപ്പിക്കുകയാണ്, തന്റെ കണ്ണുനീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കണ്ണുകളിലൂടെ കണ്ണുനീർ ഒഴുകുകയില്ലേ? ഈ കണ്ണുനീർ ദൈവസന്നിധിയിൽ നമുക്കായി നിലവിളിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുരിതത്തിന്റെ ഇടയിലുള്ള പ്രാർത്ഥന, ദുരിതത്തിന് നടുവിലുള്ള വേദനകള്, കണ്ണുനീര്, വിലാപങ്ങൾ, ഇതെല്ലാം നമുക്ക് അനുഗ്രഹമായി രൂപാന്തരപ്പെടും. യോനായുടെ പുസ്തകം 2-ാം അധ്യായം 2-ാം തിരുലിഖിതം, എന്റെ കഷ്ടതയുടെ നടുവിൽ ഞാൻ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്റെ പ്രാർത്ഥന കേട്ട് എന്നെ മോചിപ്പിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ ഓരോ തരത്തിലുള്ള കഷ്ടതയുടെ നടുവിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ മിദിയാൻകാർ ഇസ്രായേൽക്കാരെ പീഡിപ്പിച്ചതുപോലെയും അവരെ കവർന്നെടുത്തതുപോലെയും ജീവിതത്തിൽ അനേക വ്യക്തികളുടെ പ്രത്യേക തരത്തിൽ ഉപദ്രവങ്ങൾ നിമിത്തം ജീവിതം ശോഷിച്ചു വരുന്നൊരവസ്ഥയായിരിക്കാം. 2 കാര്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. യേശുവേ, എൻ്റെ നിലവിളി കേൾക്കണമേ. എൻ്റെ കർത്താവേ, എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ. ഇതാ ഈ ടീമിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇടപെടണമേ കർത്താവേ. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, എൻ്റെ നിലവിളി കേൾക്കണമേ. 2 കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവേ, വരേണമേ. രക്ഷിതാവേ, കർത്താവേ, യേശുവേ, വരേണമേ. ആരാധന, ആരാധന. കർത്താവേ, യേശുവേ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകൻ 21-ാം അധ്യായം 5-ാം വാക്യം, ദരിദ്രന്റെ പ്രാർത്ഥനയോ അനാഥന്റെ നിലവിളിയോ അവിടുന്ന് അവഗണിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. Come, Lord Jesus. ആരാധിക്കുന്നു, ആരാധിക്കുന്നു യേശുനാഥനെ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു ഓസ്തിരൂപനെ, ആരാധിക്കുന്നു. ാം സങ്കീർത്തനത്തിൽ 7 മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള വചനങ്ങളിലെല്ലാം
കഷ്ടതയിൽ അകപ്പെട്ട ദൈവജനം നിലവിളിച്ചപ്പോൾ അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ രക്ഷിച്ചതിനെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. യേശുവിനെ നാമം ഉറക്കെ വിളിക്കണം. യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുത വിജയമുണ്ട്. എല്ലാവരും കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തി യേശുവേ യേശുവേ എന്ന് ഉറക്കെ വിളിക്കട്ടെ. യേശുവേ യേശുവേ എല്ലാവരും വിളിക്കുന്നു. യേശുവേ 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 കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു. യേശുവേ Lord Jesus.